NSSന്റെ സാമുദായിക ആചാര്യൻ എന്ന് വിളിക്കുന്ന മന്നത്ത് പത്മനാഭൻ്റെ പ്രതിമയും സ്മൃതി മണ്ഡപവുമൊക്കെ ഡൽഹിയിൽ ഇനാഗുറേറ്റ് ചെയ്തു. നമ്മുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ സ്മൃതി മണ്ഡപം എന്ന് പറയുന്നത് പുഷ്പാർച്ചന നടത്താൻ വേണ്ടി മാത്രമുള്ളതല്ല, ആർക്ക് വേണമെങ്കിലും ഡൽഹിയിലെ NSSൻ്റെ ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് കടന്നു വരാം, ജാതി മത വേർതിരിവുകളൊന്നുമില്ല. അതായത് സ്മൃതി മണ്ഡപത്തിൽ ആര് വരണം ആര് വരണ്ട എന്നൊക്കെ ഒരു വ്യക്തി തീരുമാനിക്കേണ്ട. വളരെ കൃത്യമായിട്ടുള്ള ചില മറുപടികളും സൂചനകളുമാണ് നമ്മുടെ MP ആയിട്ടുള്ള അല്ലെങ്കിൽ മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഈ NSS ഡൽഹി NSSൻ്റെ പ്രവർത്തനം വളരെ മാതൃകാപരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. അതായത് സുകുമാരൻ നായരെ പോലെയുള്ള ചില ആളുകളുടെ പ്രവൃത്തി NSSനെ വിഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ഉയർച്ചയിലേക്ക് യാതൊരുവിധ പ്രവർത്തനവും ചെയ്യുന്നില്ല എന്ന് ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നു. എങ്ങനെ കാണാം ഇതിനെ? ഇത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു ഇടപെടലാണ്. ഇതൊരു പുതിയ ഇടപെടലാണ്. കാരണം കുറേ വർഷങ്ങളായി പെരുന്നയിലെ പോപ്പ് എന്നറിയപ്പെടുന്ന സുകുമാരൻ നായർ അയാൾക്കിഷ്ടമില്ലാത്ത ഒരാളെയും മന്നം ആസ്ഥാനത്തേക്ക് കയറ്റാറില്ലായിരുന്നു. അതിൻ്റെ ഇരകളാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട സുരേഷ് ഗോപിയും അതേപോലെ തന്നെ രാധാകൃഷ്ണനും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ഔദ്യോഗികമായ ഉയർന്ന സ്ഥാനമുള്ള സമയത്ത് പോലും സുകുമാരൻ നായർ ഇവരെ അവിടെ കയറ്റാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അനുവാദം ചോദിക്കുന്നു, കൊടുക്കുന്നില്ല. അത് ശരിയല്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യം എന്താണ്? ഇത് ഒരു പുതിയ ആസ്ഥാനമാണ്. ഡൽഹി NSSൻ്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടുന്നതായിട്ടുള്ള ഈ സംവിധാനം ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കും കയറി വരാൻ കഴിയുന്ന വിശാലമായ ഒരു സ്ഥലമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് കേരളത്തിലെ സുകുമാരൻ നായർക്കുള്ള മറുപടി തന്നെയാണ്. അപ്പം ഞാനിതൊരു പ്രസ്താവന മാത്രമായിട്ട് ഇതൊരു പുതിയ ഇടപെടലാണല്ലോ. അതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടനത്തിൽ BJPക്കാർ മാത്രമേ ഉള്ളൂ താനും. കാരണം അത് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചടങ്ങായിട്ടത് മാറ്റിയത്. മാത്രമല്ല BJPക്ക് ഇതിനകത്തുള്ള മെസ്സേജ് ഇതാണ് എന്ന് അവരെന്ത് ചെയ്യുന്നു, അവരുടെ പ്രമുഖമായിട്ടുള്ള പ്രഭാഷണങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് കൃത്യമായിട്ട് ഇതാണ്, എല്ലാ ജാതി മതസ്ഥർക്കും കടന്നു വരാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറണം എന്ന് വെച്ചാൽ ഇതിനൊരു വിശാലമായ ഒരു ഇടത്തിൻ്റെ സ്വഭാവമുണ്ടാകണം എന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് BJP നടത്തുന്നതാണോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി അവർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒന്നാണ്. അപ്പോൾ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരിടമായിട്ടത് മാറണം എന്ന ഒരു സന്ദേശം അതിൻ്റെ ഉദ്ഘാടന വേളയിൽ കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അതിനകത്ത് അടിവരായിട്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടെ ആര് കയറണം ആര് കയറണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് ഉള്ള ഒരു അധികാര കേന്ദ്രമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ സുകുമാരൻ നായരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഉപരാഷ്ട്രപതി MP മന്ത്രി ആര് വന്നാലും ചങ്ങനാശ്ശേരിയിൽ ചെന്നിട്ട് NSSൻ്റെ സെക്രട്ടറിയുടെ അനുവാദം വേണം, അദ്ദേഹത്തിൻ്റെ തീട്ടൂരം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ പറ്റൂ. അത് പാടില്ല. ഈ പറയുന്ന സ്മൃതി മണ്ഡപം എന്ന് പറയുന്നത് ആർക്കും എവിടെയും എപ്പോഴും കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളാണെങ്കിൽ പോലും NSS സെക്രട്ടറി തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്തൂ. ഇവിടെ ഇപ്പോൾ എന്താ, ഡൽഹിയിലെ ഈ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ NSSന് യാതൊരു പങ്കാളിത്തവുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഇവിടുത്തെ NSSൻ്റെ ആളുകൾ അടക്കം എന്ന് പറയണേ, ഈ സുകുമാരൻ നായരെ പിടിച്ച് പുറത്താക്കിയാൽ തന്നെ സമുദായം രക്ഷപ്പെടും. അപ്പോൾ സമുദായത്തെ അടക്കി ഭരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു അടിമകളെ പോലെ കണ്ടുകൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആ NSSൻ്റെ നേതൃത്വം മാറണം. ഡൽഹിയിലെ NSS പോലെ മതി. 25ഓളം NSSൻ്റെ ശാഖകളോ ഈ പറയുന്ന കൂട്ടായ്മകളൊക്കെ ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. വളരെ ഗംഭീരമായിട്ട് നടത്തിയില്ലേ? ഉപരാഷ്ട്രപതി അത് ഉദ്ഘാടനത്തിൽ വന്നില്ലേ? അപ്പോൾ ആര് കയറണം ആര് കയറണ്ട എന്ന് ഒരു വ്യക്തി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ നിന്ന് മാറിയാൽ ജാതി മതഭേദമന്യേ ആർക്കും അവിടെ വരാം എന്നൊക്കെ പറയുന്നത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് NSSൻ്റെ ഡൽഹി യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഘടകത്തിൻ്റെ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്, അഭിനന്ദനാർഹമാണെന്ന് ഉപരാഷ്ട്രപതിയാണ് പറയുന്നത്. അത് ചെറുതല്ലാത്ത ഒരു സന്ദേശം NSS സമുദായ അംഗങ്ങൾക്ക് ലഭിക്കില്ലേ? തീർച്ചയായിട്ടും അതങ്ങനെ പരിഗണിക്കപ്പെടുകയും ആ രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലനം കേരളത്തിലെ NSSലും ഉണ്ടാകാം. കേരളത്തിലെ NSSൽ നിന്ന് എപ്പോഴാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സുകുമാരൻ നായർ മാറുന്നത്?
എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ ഡൽഹിയിലെ ഈ പ്രവർത്തനത്തിൽ BJP നൽകുന്നുണ്ടെന്നുള്ള BJPയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ NSSൻ്റെ ആധിപത്യം BJPയുടെ കയ്യിലേക്ക് കൊണ്ടുവരിക എന്നതുകൂടിയായിരിക്കും. അതിൻ്റെ ഒരു പ്രവർത്തനം കൂടി അതിൻ്റെ അകത്തുണ്ട്. അതിപ്പം നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നില്ലെങ്കിൽ പോലും അതതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിഷനാണ്. BJPയുടെ അടുത്ത പൊളിറ്റിക്കൽ വിഷൻ എന്ന് പറയുന്നത് NSS എന്ന് പറയുന്നത് BJPയുടെ തന്നെ നേതൃത്വത്തിൽ വരുന്ന പ്രവർത്തിക്കുന്ന ഒരു സെക്രട്ടറിയുടെ ആധിപത്യത്തിലാകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. സുകുമാരൻ നായർ വേണ്ട. കാരണം സുകുമാരൻ നായർക്ക് ഒരു മടിയുമില്ലാതെ സുരേഷ് ഗോപിയുടെ വേണ്ട, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി രാധാകൃഷ്ണൻ വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്. അതെ, അങ്ങനത്തെ ആളിന് വേണ്ട എന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം വെക്കേണ്ടത് എങ്ങനെയുള്ളതായിരിക്കണം എന്നതിൻ്റെ ഒരു മാതൃകയാണ് ഡൽഹിയിലിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ അങ്ങനെ ചെയ്യുന്നതിന് ഉള്ള പ്രത്യേകിച്ച് BJPക്ക് അതിനുള്ള സ്വാധീനം ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഡൽഹി ഭരിക്കുന്നത് ഇപ്പോൾ BJPയാണ്. അങ്ങനെ ഭരിക്കുന്ന BJPയുടെ എല്ലാ സഹായവും ഈ NSSന് ലഭിക്കും എന്നുള്ളത് അവിടുത്തെ അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവരവിടെ ഒരു കൊച്ചു കേരളം നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവിടെ ആ കൊച്ചു കേരളത്തിൻ്റെ പ്രതീകമായിട്ട് മന്നത്ത് പത്മനാഭനെ അവരെന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. അതിനുവേണ്ടി അവിടെ സ്മൃതി മണ്ഡപം ഉണ്ടാക്കുന്നു, അവരൊരുമിച്ച് കൂടുന്നു. അവരുടെ ഒരു പൊളിറ്റിക്കൽ വിഷൻ കൂടിയായിട്ട് അത് മാറും. അതിൻ്റെ പതിപ്പ് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഭാവിയിൽ BJP ശ്രമിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ NSSൻ്റെ ഈ നീക്കം എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നത്. കാരണം കേരളത്തിലെ NSS ഘടകത്തിന് ഡൽഹി NSS ഘടകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കാം. ഇവിടെ ആർക്കും ജാതി മതഭേദമന്യേ വരാമെന്ന് പറയുന്നത് ഇവിടെ NSS സമുദായം അംഗമായിട്ട് പോലും പലരെയും ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വന്നാൽ പോലും അനുവാദത്തിനായിട്ട് കാത്തിരിക്കണം. ഇതെന്താണ് നാട്ടുരാജാക്കന്മാരുടെ ഭരണമൊന്നും അല്ലല്ലോ. മാത്രമല്ല NSS SNDP പോലെയുള്ള സംഘടനകളല്ല കേരള രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നതെന്ന് ആ സമുദായങ്ങളിലുള്ള ആളുകൾക്കറിയാം. എന്നിട്ടും ഞങ്ങളാണ് ചില കാര്യങ്ങൾ ചെയ്തത്. ഇവിടെ NSSൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ പറഞ്ഞ എന്താ, 2 തവണ ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ പോയി ക്യൂ നിന്നു, എന്നിട്ടും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അത്രയ്ക്കും പ്രാധാന്യമേ NSSന് നൽകുന്നുള്ളൂ, അല്ലെങ്കിൽ നാളെ SNDPക്ക് നൽകുന്നുള്ളൂ. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇവിടം ഭരിച്ചിരുന്ന ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതാത് മുഖ്യമന്ത്രിമാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെയൊക്കെ ഒരു ചൂഷണം ചെയ്യുന്ന രീതിയിൽ അവരെ കളിപ്പാവുകളാക്കി മാറ്റുന്ന രീതിയിൽ പലതും ചെയ്തു. ഇനി വരുന്ന രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളുടെ തിട്ടൂരം ഞങ്ങൾ അനുസരിക്കുന്നില്ല, നിങ്ങളുടെ ആർജവങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊരു സന്ദേശം കൂടി നൽകുന്നില്ലേ? അല്ല, ഇതിൻ്റെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ NSSൻ്റെ ഒരു ഘടന പഴയകാലത്തെ ഫ്യൂഡലിസത്തിൻ്റെ അവശിഷ്ടമാണ്. ഒരു ഫ്യൂഡൽ പ്രഭുവിനെ പോലെയാണ് സുകുമാരൻ നായർ പ്രതിനിധീകരിക്കുന്നത്. സുകുമാരൻ നായരുടെ അതുകൊണ്ട് തന്നെ അധികാരഘടന ഫ്യൂഡലിസത്തിൻ്റെതാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന് ചുറ്റുമുള്ളത്. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും സുകുമാരൻ നായർ തീരുമാനിക്കും. ഇപ്പോൾ സുകുമാരൻ നായർ ഇങ്ങനെ തീരുമാനിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അധികാരഘടന എന്ന് ഞാൻ പറഞ്ഞ ഈ ഫ്യൂഡൽ സംവിധാനമാണെന്നുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹം ഒരു ഫ്യൂഡൽ പ്രഭുവിനെ പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അത് ശരിയാണെന്നാണ് അവരെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറണം എന്ന് പറയുന്നത് ഈ നായർ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ഡൽഹി നായരും കേരള നായരും എന്ന് പറഞ്ഞ 2 നായരെ അദ്ദേഹം തന്നെ നിർമ്മിച്ചത്. അതെ അതെ. അപ്പോൾ ഈ ഡൽഹി നായന്മാരെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള നായന്മാരാണ്. കാരണം ഒന്ന് അവർ വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നവരും ലോകം കാണുന്നവരുമാണ്. അതെ, സാംസ്കാരികമായിട്ട് ഉയർന്ന നിലവാരം. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകൾ പോലുമാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ലോക പൗരന്മാരാണ്. ഇപ്പോൾ ഡൽഹി നായന്മാരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇടുങ്ങിയ മനസ്സിൽ നിന്ന് വിശാലമായ തലത്തിലേക്ക് വികസിച്ചതാണത് എന്ന സന്ദേശം കൂടി അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ NSS എന്ന് പറയുന്നത് ഫ്യൂഡൽ NSSും അതേപോലെ തന്നെ ഡൽഹിയിലെ NSS എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സർവ്വദേശീയ സ്വഭാവം പുലർത്തുന്ന NSSമാണ് എന്ന് വരുത്തുന്ന തരത്തിലൊരു സന്ദേശം യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതിയുടെ പ്രസംഗത്തിനകത്തുണ്ട്. ഇവിടെ ആര് വരരുത്, ആര് വരണം എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു അധികാര രൂപമില്ല എന്ന ആ പ്രഖ്യാപനത്തിൽ അതാണ് പ്രതിഫലിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല സന്ദേശം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.